പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 1-ാം തീയതി ഹല്ലേലൂയ ഈ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മളെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന പിതാവിന് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം ആരാധനയുടെയും സ്തുതിയുടെയും ദിവസമാണ്. കാരണം 6 മാസക്കാലം നമ്മളെ വിട്ടുപോയി 7-ാം മാസത്തിന്റെ ആരംഭ ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. കഴിഞ്ഞ 6 മാസക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തി. ആ കൈകളൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് സ്തോത്രം പറഞ്ഞ കർത്താവേ, കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, ഫെബ്രുവരിയിൽ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, മാർച്ച് മാസത്തിൽ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, ഏപ്രിൽ മാസത്തിൽ അതിശയമായി ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം, മെയ് മാസം ശ്രേഷ്ഠമായി ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം, ജൂണിൽ ഞങ്ങളെ അൺഎക്സ്പെക്ടഡ് ബ്ലെസ്സിങ്സിലൂടെ കർത്താവെ ഞങ്ങൾ ചോദിച്ചതിനും നനച്ചതിനും ഒക്കെ അപ്പുറത്ത് അനുഗ്രഹിച്ച് കഴിഞ്ഞ മാസക്കാലവും നടത്തിയല്ലോ. ഓരോ മാസവും ഞങ്ങളെ അത്ഭുതമായി നടത്തിയ കർത്താവിന്റെ കൃപകൾക്കായി സ്തോത്രം. ആവശ്യങ്ങളിൽ അങ്ങ് കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം, അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം, രോഗദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് കൂടെയിരുന്ന് കഴിഞ്ഞ 6 മാസക്കാലം അസാധാരണമായ നിലയിൽ ഞങ്ങളെ നടത്തിയ കർത്താവിന്റെ വിശ്വസ്തതയെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ നന്ദി പറയുക കർത്താവേ, നന്ദി പറയുക കർത്താവേ, നന്ദി പറയുക കർത്താവേ, നന്ദി പറയുക. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്, അങ്ങ് വിശ്വസ്തൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. അങ്ങ് ഞങ്ങളെ പരിപാലിച്ചതിന് സ്തോത്രം, അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചതിന് സ്തോത്രം, അങ്ങയുടെ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പുതിയ മാസത്തിന്റെ ആരംഭ ദിവസം കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്ന കർത്താവേ, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. കഴിഞ്ഞ 6 മാസക്കാലം ഞങ്ങളെ നടത്തിയവൻ, 7-ാം മാസവും അതിശയമായി നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം, അത്ഭുതമായി ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം കർത്താവേ. 6 മാസം നടത്തിയവൻ 7-ാം മാസത്തിൽ ഹല്ലേലൂയ അത്ഭുതകരമായി കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം, 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. ഞങ്ങൾ അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു, സ്തോത്രയാഗം അർപ്പിക്കുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്ന കർത്താവേ. സങ്കീർത്തനക്കാരൻ 71-ാം സങ്കീർത്തനത്തിൽ പറയാ, ഞാൻ എപ്പോഴും പ്രത്യാശിക്കും. 14-ാമത്തെ വാക്യം, ഞാൻ മേൽക്കുമേൽ അങ്ങേ സ്തുതിക്കും, എന്റെ വായ് ഇടപെടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും, അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് അതിന്റെ 22-ാമത്തെ ഭാഗം പറയാ, എന്റെ ദൈവമേ, ഞാൻ വീണ കൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയും സ്തുതിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് അങ്ങേക്ക് സ്തുതി പാടും. ഞാൻ അങ്ങേക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും അങ്ങ് വീണ്ടെടുത്ത എന്റെ പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ അല്പസമയമോടെ കർത്താവിന് നന്ദി പറ. താങ്ക് യു ലോർഡ്. അങ്ങ് നല്ലവൻ, അങ്ങ് നല്ലവൻ, അങ്ങ് വിശ്വസ്തൻ കർത്താവേ. ഈ ദിവസം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, 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 സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം, കഴിഞ്ഞ 6 മാസക്കാലം ഞങ്ങളെ സൂക്ഷിച്ചതിന് സ്തോത്രം. ഈ പുതിയ മാസത്തിന്റെ ആരംഭ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുവാൻ, സ്തോത്രം പറയുവാൻ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത നന്മകളെ ഓർക്കുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ എല്ലാവരുടെയും ഉള്ളങ്ങൾ ഒരുക്കപ്പെടട്ടെ, സ്തുതിക്കായിട്ട് ഒരുക്കപ്പെടട്ടെ, സ്തോത്രത്തിനായി ഒരുക്കപ്പെടട്ടെ. ആമേൻ. കർത്താവിൽ നിന്ന് പുതിയ ആ അനുഭവങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം ആ മനസ്സിനെ ഒരുക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. ഇന്ന് പ്രഭാതത്തിൽ അത്ഭുതങ്ങൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിന്റെ അസ്വസ്ഥതകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. ആമേൻ. തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഈ 7-ാം മാസത്തിൽ ആരോഗ്യമുണ്ടാകട്ടെ. ആമേൻ. ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ദൈവിക സ്വസ്ഥത ഓരോരുത്തരുടെ മേലും വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ ഈ 7-ാം മാസം തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അതുപോലെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിന്റെ കൃപ
കൃപയുണ്ടാകണം. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് ഉപയോഗിക്കണം. ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഈ 7-ാം മാസത്തിനായിട്ട് ഒന്നുകൂടെ സ്തോത്രം പറയുക. കർത്താവ്, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും 7-ാം മാസം അനുഗ്രഹമായി മാറണം, സന്തോഷമായി മാറണം, ദൈവിക സമാധാനത്തിന്റെ മാസമായി തീരണം, ദൈവിക പ്രവൃത്തിയുടെ മാസമായി തീരണം. വലിയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയത് ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയും അപ്പയ്ക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. തക്ക സമയത്ത് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ കൂടുതൽ സമയം കർത്താവിന് സ്തോത്രം പറയാൻ ഉപയോഗിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും ആരംഭം മുതൽ തന്നെ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണം. ആരും ഉപേക്ഷ വിചാരിക്കരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരണം 6 മാസക്കാലം നമ്മളെ നടത്തിയ കർത്താവിന് 7-ാം മാസത്തിന്റെ ആരംഭ ദിവസത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രവേശിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം കർത്താവ് എന്ത് ചെയ്തു? നിവൃതനായി. ഹല്ലേലൂയ, ആമേൻ. എന്ന് വെച്ചാൽ കർത്താവ് റെസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞു. 7-ാം ദിവസം കർത്താവ് റെസ്റ്റഡ് ഓൺ ദ 7th day. 7-ാം ദിവസം കർത്താവ് സ്വസ്ഥനായി. ഈ 7-ാം ദിവസത്തിന് വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യം. 7 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമാണ് വേദപുസ്തകത്തിൽ. അതുകൊണ്ട് 7-ാം ദിവസം അല്ലെങ്കിൽ 7-ാം മാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും വളരെ പ്രാധാന്യമാണ്. 6 മാസം നമ്മളെ വിട്ടുപോയി. 7-ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ 7-ാം മാസം ഒരു സ്വസ്ഥതയുടെ മാസമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവികമായ സ്വസ്ഥതയെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേക അനുഭവം ഈ 7-ാം മാസം നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ടാകും. അതുകൊണ്ട് 7-ാം മാസത്തിന്റെ പ്രത്യേകത എന്തുവാ? സ്വസ്ഥതയുടെ മാസം. എല്ലാവരും പറഞ്ഞാട്ടെ, ഇത് സ്വസ്ഥതയുടെ മാസമാണ്. ഇത് എന്തിന്റെ മാസമാണ്? ഇത് സ്വസ്ഥതയുടെ മാസമായി 7-ാം മാസം. അതുകൊണ്ട് സ്വസ്ഥമായി ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാ നിലയിലും, കുടുംബത്തിനകത്ത് വലിയ സ്വസ്ഥത, നിങ്ങളുടെ ജോലിയിൽ വലിയ സ്വസ്ഥത, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനകത്ത് വലിയ സ്വസ്ഥത, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനകത്ത് വലിയ സ്വസ്ഥത, അങ്ങനെ ഒരു പ്രത്യേക സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു മാസമായി ഈ 7-ാം മാസം തീരുക. അതുകൊണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സ്വസ്ഥത ദൈവം നമുക്ക് നൽകുന്ന ഒരു മാസമാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന് 4-ാം മാസം, അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. എന്ത് ചെയ്യും, എങ്ങനെ ആയിത്തീരുമെന്നൊന്നും അറിയാൻ മേലാതെ ഒഴുകിക്കൊണ്ടിരുന്ന പെട്ടകം 7-ാം മാസത്തിൽ എന്ത് ചെയ്തു? ഉറയ്ക്കുവാനിട വന്നു. അവിടെ സ്വസ്ഥതയാ കാണിക്കുന്നു. പിന്നെ പുറപ്പാട് പുസ്തകം 16:30 പറഞ്ഞു, അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അപ്പൊ 7-ന് എന്താ പ്രത്യേകത? 7 എന്ന് പറയുന്ന സ്വസ്ഥതയുടെ പ്രത്യേകതയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു: 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിവൃതനായി. എന്നും 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. വെച്ചാൽ അവിടെയും പറയുന്ന റെസ്റ്റാണ്. അതുകൊണ്ട് ആമേൻ, ഒരു കംപ്ലീഷൻ, ഒരു പെർഫെക്ഷൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു മാസം. അപ്പം ഇവിടെ ഒരു പൂർത്തീകരണത്തിന്റെ മാസമാണ്. ആമേൻ. അതുപോലെ തന്നെ ദൈവിക പൂർണ്ണതയുടെ മാസം, പെർഫെക്ഷന്റെ മാസമാണ്. അതുപോലെ കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഒരു മാസം കൂടെ. അതുകൂടാതെ കഴിഞ്ഞ 6 മാസം നടക്കാതെ പോയത്, ശരിയാകാതെ പോയത്, ആമേൻ, സംഭവിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ പലതും ഈ 7-ാം മാസത്തിൽ കർത്താവായ യേശുവിൻ നാമത്തിൽ സംഭവിക്കും. അത് പ്രാബല്യമായി വരും, അത് നടപ്പിലാക്കി തരും കർത്താവ്. ഈ കഴിഞ്ഞ 6 മാസം നടക്കാത്ത കാര്യങ്ങളുടെ മേൽ 7-ാം മാസം ദൈവിക അത്ഭുതം നടക്കും. കഴിഞ്ഞ 6 മാസം പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാഞ്ഞ പ്രാർത്ഥനകളുടെ മറുപടി ഈ 7-ാം മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. ഒരു സ്പെഷ്യൽ മന്തായി നമുക്ക് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യാം. എല്ലാവരും കൈകളൊന്ന് ഉയർത്തിയാട്ട് ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പുതിയ മാസത്തെ മന്ത് ഓഫ് റെസ്റ്റ്, ഹല്ലേലൂയ, സ്വസ്ഥതയുടെ മാസമെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ലോകവ്യാപകമായ ഒരു സ്വസ്ഥത ദൈവസഭയ്ക്കകത്ത്, ദൈവമക്കളുടെ മേൽ, ദൈവദാസന്മാരുടെ മേൽ യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. ആമേൻ. അസാധാരണ മാസമായി മാറട്ടെ. കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ഈ മാസത്തെ അനുഗ്രഹിക്കുന്നു. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 7-ാം ദിവസം, 7-ാം മാസം, ആമേൻ, അത്ഭുതത്തിന്റെ മാസമായി, സ്വസ്ഥതയുടെ മാസമായി തീരട്ടെ. ഞങ്ങളത് വിശ്വാസത്താൽ കാണുന്നു, വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. എല്ലാ നിലയിലും ദൈവിക സ്വസ്ഥതയും പൂർണ്ണതയും അനുഭവിപ്പാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബാക്കി ഭാഗം നമുക്ക് വൈകിട്ട് ചിന്തിക്കാം.
തക്കസമയത്ത് ജോയിൻ ചെയ്യണം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ ഒരു അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.